ഇപ്പോൾ വരുന്നൊരു സുപ്രധാനമായ വാർത്തയിലേക്ക്. ഗസയിലെ സമാധാന പദ്ധതിയിൽ ഹമാസിന്റെ നിലപാടിൽ അവ്യക്തത തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ചില സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. നാളെ നടക്കുന്ന സമാധാന കരാറുമായി ബന്ധപ്പെട്ട ഒപ്പുവെക്കൽ ചടങ്ങിൽ ഹമാസ് നേരിട്ട് പങ്കെടുക്കില്ല എന്ന ചില സൂചനകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. AFP എന്ന വാർത്താ ഏജൻസിക്ക് ഇതുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഹൊസാം ബദ്രാൻ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നു. വാർത്താ ഏജൻസിയായ AFPക്ക് നൽകിയ അഭിമുഖത്തിൽ ബദ്രാൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈജിപ്ത് നടക്കുന്ന ചടങ്ങിൽ നിന്ന് ഹമാസ് വിട്ടുനിൽക്കും എന്നാണ് ഹൊസാം ബദ്രാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗസയിലെ സമാധാനം അത് പുലർന്നു കഴിഞ്ഞു എന്ന സമാധാനത്തിലായിരുന്നു ലോകം. പക്ഷേ ഇപ്പോൾ ഹമാസിന്റെ ഈ നിലപാട് മാറ്റം അല്ലെങ്കിൽ അതിലെ അവ്യക്തത അതെന്തുകൊണ്ടാണ്? നാളത്തെ ചടങ്ങിൽ നിന്നും മാറി നിൽക്കുന്നു, ഒപ്പം അവിടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കുന്ന നടപടികളിലേക്ക് ഹമാസ് കടക്കുന്നു. ആകെ മൊത്തം വീണ്ടും പ്രശ്നത്തിലേക്ക് പോവുകയാണോ ആ മേഖല? നമുക്കറിയാവുന്ന പോലെ തന്നെയാണ് ഇസ്രായേലിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗസയിലെ കാര്യങ്ങൾ. ഹമാസിനെ സംബന്ധിച്ച് അവർ ഇപ്പോഴും ഒരു വ്യക്തമായ നിലപാട് ഇക്കാര്യത്തിൽ ഇതുവരെയും പറഞ്ഞിരുന്നില്ല. പക്ഷേ അവർ ആകെ പറഞ്ഞിരുന്നൊരു കാര്യം, ബന്ദികളെ മോചിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യം മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നിരായുധീകരണമോ ഗസയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗസയിൽ അധികാരം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇതുവരെയും ഹമാസ് ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. ഇപ്പോഴാണ് അതിനുശേഷമാണ് ഈ കരാറിലേക്ക് പോകുന്നതും കരാർ നിർബന്ധ ബുദ്ധി നടപ്പാക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും ഒക്കെ ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറും ഈജിപ്തും ചേർന്ന് മധ്യസ്ഥ ശ്രമങ്ങളും ചർച്ചകളും പുരോഗമിക്കുകയും ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിലാണ് വെടിനിർത്തൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തുള്ള വെടിനിർത്തൽ നടപ്പാക്കാൻ തയ്യാറാണ് എന്ന് ട്രംപ് പറയുകയും അതിനുശേഷം ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് പറയുകയും ചെയ്തു. അങ്ങനെ വാക്കാൽ രണ്ട് പക്ഷവും ഏതാണ്ട് കരാറിന്റെ ഒരു സാധാരണഗതിയിലേക്ക് അല്ലെങ്കിൽ കരാർ നടപ്പാക്കുന്നതിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് വരും ദിവസങ്ങളിൽ ഈ ആഴ്ചകളിൽ തന്നെ കരാർ ഒപ്പിടും എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരികയും ട്രംപ് നാളെയോ മറ്റന്നാളോ ഈജിപ്തിൽ എത്തുകയും കരാറിൽ ഒപ്പിടാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. അത് മാത്രമല്ല ഫ്രഞ്ച് പ്രസിഡന്റ് കൂടി അവിടേക്ക് എത്തുന്നു. അങ്ങനെ വലിയ രൂപത്തിൽ ലോകം മുഴുവൻ ഒന്നാകെ വലിയ ആശയോടുകൂടി കാത്തിരുന്ന അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവമാണ്. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാർത്താ ഏജൻസിയായ AFPക്ക് നൽകിയ അഭിമുഖത്തിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർ കൂടിയായിട്ടുള്ള ഹൊസാം ബദ്രാൻ പറയുന്നത്, ഞങ്ങൾ ഇതിൽ ഔദ്യോഗികമായി പങ്കെടുക്കേണ്ട കാര്യമില്ല, ഈ ഒപ്പുവെക്കലിൽ ഞങ്ങൾ ഔദ്യോഗികമായി പങ്കെടുക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ രണ്ട് മധ്യസ്ഥന്മാർ മുഖേനയാണ് ഈ ചർച്ചയുടെ ഭാഗമായത്. അത് ഈജിപ്തും ഖത്തറുമാണ് ഈ ചർച്ചയുടെ മധ്യസ്ഥന്മാർ. അവർ വഴിയാണ് ഞങ്ങൾ ചർച്ചയുടെ ഭാഗമായത്. അല്ലെങ്കിൽ ഈ മധ്യസ്ഥ ചർച്ചയുമായി മുന്നോട്ട് പോയത് ഈജിപ്തും ഖത്തറും ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇസ്രായേലിനെയോ ട്രംപിനെയോ കണ്ടിട്ടല്ല ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ഔദ്യോഗിക ഭാഗമല്ല, ഔദ്യോഗികമായി ഞങ്ങൾ ഇതിൽ ഒപ്പിടേണ്ട കാര്യവുമില്ല എന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ ഹൊസാം ബദ്രാന്റെ ഭാഗത്തു നിന്നും ഒരു നിലപാട് വന്നിട്ടുള്ളത്. തൊട്ട് മുൻപ് ഏതാണ്ട് 4 മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന വലിയൊരു വാർത്ത എന്ന് പറയുന്നത് ഈ ഹമാസ് ഗസയിൽ വീണ്ടും അവരുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 7000-ഓളം അവരുടെ സായുധ പോരാളികളെ വീണ്ടും തിരിച്ചു വിളിക്കുന്നു. ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറുന്ന സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ഹമാസും അവിടെ നിന്ന് പിന്മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുപക്ഷവും ഗസയിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമായിരുന്നു ഏതാണ്ട് കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. പക്ഷേ വാർത്തകൾക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുന്നത് ഹമാസ് വീണ്ടും അവിടേക്ക് തിരിച്ച് അവരുടെ സായുധ പോരാളികളെ കൊണ്ടുവരുന്നത് മാത്രമല്ല, ഗസയിലെ അധികാരം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 5 മേഖലകളാക്കി തിരിച്ചുകൊണ്ട് ഗസയെ 5 മേഖലകളാക്കി തിരിച്ചുകൊണ്ട് സായുധ ഗവർണർമാർക്ക് അധികാരം കൊടുക്കുന്ന രൂപത്തിലേക്ക് കൂടി ഹമാസ് കാര്യങ്ങൾ തീരുമാനിച്ചു. ആ ഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടി. നാളെ ഇപ്പോൾ ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് എത്തുകയാണ്. ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. ആ സമയത്താണ് ഹമാസിന്റെ ഈ നിലപാട് മാറ്റം അല്ലെങ്കിൽ നിലപാടിൽ അവർ വീണ്ടും പിന്നാക്കം പോകുന്നു എന്ന വസ്തുതയുള്ളത്. ആ സാഹചര്യം അതിൽ എങ്ങനെയായിരിക്കും ട്രംപ് പ്രതികരിക്കുക? കാരണം നേരത്തെ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഹമാസിന് നൽകിയതാണ്, അന്ത്യശാസ്ത്രം നൽകിയതാണ്. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ അതിന്റെ പരിണിത ഫലം രൂക്ഷമായിരിക്കുമെന്ന മുന്നറിയിപ്പുകൾ നൽകിയതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അതിലെങ്ങനെയായിരിക്കും അമേരിക്കയുടെ പ്രതികരണം? തീർച്ചയായും പ്രജിൻ പറഞ്ഞത് വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഉന്മൂലനം എന്ന വാക്കാണ് ഹമാസിന് നേരെ ട്രംപ് ഉപയോഗിച്ചത്. അന്ത്യശാസനം 3 തവണയാണ് കൊടുത്തത്. അതിന് ആ അവസാനത്തെ അന്ത്യശാസനത്തിലാണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ, അതായത് ഈ 20 കരാർ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ, അത് ഏറ്റവും പ്രധാനം നിരായുധീകരണവും ഗസയിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങലുമാണ്. ഈ കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യും, ലോകം ഇന്നുവരെ കാണാത്ത രൂപത്തിലുള്ള ആക്രമണം ഹമാസ് നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. അതേ വാക്കുകൾ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉപയോഗിച്ചിരുന്നത്. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക, ഹമാസിനെ ഗസയുടെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക, അങ്ങനെ ഗസയുടെ അധികാരം പൂർണ്ണമായും ഒരു സ്വതന്ത്ര ഏജൻസിക്ക് ഏൽപ്പിക്കുക എന്ന രൂപത്തിലേക്കാണ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും കാര്യങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ നിലപാട് മാറ്റം ഹമാസിന് വലിയ ദോഷം ചെയ്യാനാണ് സാധ്യത. കാരണം ഹമാസ് അവിടേക്ക് 7000-ലധികം സായുധ പോരാളികളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നത്, നമ്മൾ ലോകം മുഴുവൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഗസയിലെ സമാധാനമാവും ഒരുപക്ഷെ ഇല്ലാതാവുക. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണം, ഇസ്രായേൽ കാത്തിരിക്കുന്ന പോലും ഈ കഴിഞ്ഞ ദിവസം പോലും
ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് പിന്മാറി നിൽക്കുന്നത്. ആ പിന്മാറി നിൽക്കുന്ന ഇസ്രായേൽ പരിപൂർണമായി തിരിച്ച് ഈ സായുധ പോരാളികൾക്ക് നേരെ ഒരു വലിയ ആക്രമണത്തിന് മുതിരാൻ ഇസ്രായേലിന് ഒരു മടിയും ഉണ്ടാകില്ല. അങ്ങനെ ഗസ വീണ്ടും അശാന്തിയിലേക്ക് പോകാനായിരിക്കും സാധ്യത. പ്രജിൻ, എന്തായാലും ഹമാസിന്റെ ഈ നിലപാട് മാറ്റം, ഈ നിലപാടിലെ വ്യക്തതയില്ലായ്മയാണ് ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത്. ശ്രീത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.